ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ കൂടുതൽ സമയം വേണ്ടതിനാൽ കേസ് പരിഗണിക്കുന്നത് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് മുൻ ഊർജ്ജ സെക്രട്ടറി മോഹനചന്ദ്രൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. കേസ് മാറ്റിവെച്ചാൽ ചീഫ് ജസ്റ്റിസിന് പരാതി നൽകുമെന്ന് കക്ഷി ചേരാൻ അപേക്ഷ നൽകിയ ക്രൈം എഡിറ്റർ നന്ദകുമാർ പറഞ്ഞിട്ടുണ്ട്. നന്ദകുമാറിന് വേണ്ടി പ്രശാന്ത് ഭൂഷൺ ഇന്ന് ഹാജരായേക്കും. പിണറായി വിജയൻ അടക്കമുള്ളവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ സിബിഐയും വിചാരണ നേരിടണമെന്ന ഉത്തരവിനെതിരെ മുൻ ഉദ്യോഗസ്ഥരും നൽകിയ അപ്പീലുകളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. കേസിൽ അന്തിമവാദം ഏപ്രിൽ തുടങ്ങുമെന്ന് നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞിരുന്നു. ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50% വിവിപാറ്റ് രസീതുകൾ എണ്ണാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെ 21 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ നൽകിയ ഹർജികൾ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുന്നതിന് പുറമെ ഓരോ മണ്ഡലത്തിലെയും 50% വിവിപാറ്റ് രസീതുകൾ കൂടി എണ്ണിത്തീർക്കാൻ 6 ദിവസം വേണ്ടിവരുമെന്ന് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയിൽ നേരത്തെ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട്. 400 ബൂത്തുകളുള്ള മണ്ഡലത്തിൽ വോട്ടെണ്ണൽ പൂർത്തിയാക്കാൻ 8 മുതൽ 9 ദിവസം വരെ എടുക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരുന്ന സത്യവാങ്മൂലത്തിൽ അവകാശപ്പെടുന്നു.